الحمدلله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ആദരണീയരായ ബഹുമാന്യരായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ആബിദ് ഹുസൈൻ തങ്ങൾ, ബഹുമാന്യരായ ഷെയ്ഖുൽ ജാമിഅ ഷെയ്ഖുന, മറ്റു മഹാന്മാരായ പണ്ഡിതന്മാർ, നേതാക്കൾ, ഇവിടെ നേരത്തെ തുടങ്ങി വെച്ച അസറിന് ശേഷം തന്നെ ആരംഭിച്ച തിയോട്ടാക്കിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ബഹുമാന്യനായ ഓണംപള്ളി മുഹമ്മദ് ഫൈദിയും മുസ്തഫ ഫൈദിയും ളിയാവുദ്ദീൻ ഉസ്താദും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞ വേദിയിലാണ് അതിൻ്റെ അവസാന ഭാഗം സംസാരിക്കാനുള്ളത്. അതിനിടയിലാണ് സൂഫി സംഗീതത്തിൻ്റെ മാസ്മരികതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങൾക്ക് അതിൻ്റെ കവാടം കൂടി തുറന്നു തന്നുകൊണ്ട് ബഹുമാന്യനായ ഗൾഫ് സുപ്രഭാതം ചെയർമാനും സുപ്രഭാതത്തിൻ്റെ വൈസ് ചെയർമാനും കൂടിയായ ബഹുമാനപ്പെട്ട സഫാരി സൈനുൽ ആബിദീൻ അവർകൾ നിങ്ങളോട് സംസാരിച്ചത്. നേരത്തെ ഇവിടെ തുടങ്ങി വെച്ച സംസാരം മനുഷ്യോൽപത്തി ശാസ്ത്രത്തിലും ഇസ്ലാമിക പ്രമാണങ്ങളിലും എന്നതായിരുന്നു. മഗ്‌രിബിന് മുമ്പേ ചോദിച്ച ഒരു ചോദ്യം, ആദം അലൈഹിസ്സലാം, നമ്മുടെയൊക്കെ പിതാവായ അബൂന അബുൽ ബഷർ എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന മനുഷ്യകുലത്തിൻ്റെ പിതാവായ ആദം അലൈഹിസ്സലാം, അവർ ജീവിച്ച കാലം പ്രമാണങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 10,000 വർഷത്തിൻ്റെയൊക്കെ പഴക്കം, അതിൻ്റെ കുറച്ചപ്പുറം ഇപ്പുറമൊക്കെ ആവാം, 7,000 മുതൽ 13,000 വരെയൊക്കെ പറയാറുണ്ട്. അത്രയൊക്കെയല്ലേ കാണുന്നുള്ളൂ. പക്ഷേ ശാസ്ത്രം ഇന്ന് മനുഷ്യൻ്റെ ഫോസിലുകളൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ മരിച്ചു മണ്ണടിഞ്ഞു പോയ മനുഷ്യരുടെ ഫോസിലുകൾ കണ്ടെത്തുകയും അതൊക്കെ കാർബൺ ടെസ്റ്റിംഗ് അടക്കമുള്ള ഏറ്റവും ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യുമ്പോൾ മില്യൺ കണക്കിന് വർഷങ്ങൾ, 30 ലക്ഷം 25 ലക്ഷം ഒക്കെ പഴക്കമുള്ള മനുഷ്യരുടെ ഫോസിലുകൾ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു വല്ലാത്ത പൊരുത്തക്കേടില്ലേ, വൈരുദ്ധ്യമില്ലേ എന്ന് തുടങ്ങിയ ചില ചോദ്യങ്ങളാണ് നേരത്തെ ഇവിടെ ചർച്ചയിൽ വന്നിരുന്നത്. പ്രിയപ്പെട്ട ഓണംപള്ളി ഉസ്താദും മുസ്തഫ ഫൈസി ഉസ്താദും ഒക്കെ അതിനെ സംബന്ധിച്ച് ഏറെക്കുറെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഞാനത് ആവർത്തിക്കുന്നില്ല. എന്നോട് അവസാനം ചോദിച്ച ചോദ്യം ആദം അലൈഹിസ്സലാമിന് മുമ്പ് ഇവിടെ മനുഷ്യരുണ്ടായിരുന്നോ എന്നതാണ്. ഈ ഒരു വൈരുദ്ധ്യത്തെ പരിഹരിക്കാൻ ആദം അലൈഹിസ്സലാം ആദിമ മനുഷ്യനല്ല, ആധുനിക മനുഷ്യനാണ് എന്ന രീതിയിലുള്ള ഒരു നറേഷൻ കുറച്ചു കാലമായുണ്ട്. അതുകൊണ്ട് ആദം അലൈഹിസ്സലാമിന് മുമ്പേ മനുഷ്യരുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഖുർആൻ അത് ഖണ്ഡിതമായി പറയുന്നില്ല എന്നിടത്താണ് മുസ്തഫ ഫൈസി തിയോട്ടോക്കിൽ ചോദിച്ചിരുന്നത്. പരിണാമത്തെ പറ്റിയൊക്കെ ഈ ചർച്ചയിൽ സ്വാഭാവികമായും വരേണ്ടതുണ്ട്. ഞാൻ വിശദമായും ദീർഘമായി സംസാരിക്കുന്നില്ല. കാരണം നിങ്ങൾ ഇത്രമേൽ സങ്കീർണമായ വിഷയങ്ങൾ കേൾക്കാനല്ല, ഒരു സൂഫി സംഗീതത്തിൻ്റെ മാസ്മരികതയിൽ ലയിച്ചു ചേരാനാണ് ഈ സമയം ഇഷ്ടപ്പെടുക എന്നെനിക്കറിയാം. ആദം അലൈഹിസ്സലാമിന് മുമ്പ് ഇവിടെ മനുഷ്യരുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പരിണാമവുമായി അതിന് ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഖുർആൻ ഇങ്ങനെ കൃത്യമായി ഒരു തീർപ്പ വിഷയത്തിൽ പറയുന്നില്ല? ഇവിടെ നമുക്ക് ലളിതമായ ചില ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് അല്ലെങ്കിൽ നമ്മളൊക്കെ ഉണ്ടായിത്തീർന്നത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു സ്വാഭാവിക പ്രക്രിയ, പ്രത്യുൽപാദനങ്ങളിലൂടെ, നമ്മുടെ മാതാപിതാക്കളിലൂടെ, അവരവരുടെ പൂർവ്വപിതാക്കളിലൂടെ അങ്ങനെ ഉണ്ടായി വന്ന ഒരു രീതി. വിശുദ്ധ ഖുർആൻ അതിനെപ്പറ്റി പറഞ്ഞു, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും
നിങ്ങളെ പടച്ചു. ആ ഒരു സ്ത്രീ തന്നെ ഖലഖ മിൻഹാ സൗജഹ, ഒരാണിൽ നിന്ന് അതിന്റെ ഇണയെ പടച്ചു. എന്നിട്ട് വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ, ഒരുപാട് പുരുഷന്മാരെയും സ്ത്രീകളെയും ലോകത്ത് അങ്ങനെയാണ് അല്ലാഹു തആല വ്യാപരിപ്പിച്ചത്. ഒരു തുടക്കം, അതിൻ്റെ സ്വാഭാവികമായ തുടർച്ച, ആ തുടർച്ച പ്രത്യുൽപാദനങ്ങളിലൂടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നമുക്കൊക്കെ, നമ്മളെയൊക്കെ അല്ലാഹു തആല വെവ്വേറെ പടച്ചിരുന്നെങ്കിലോ? അല്ലാഹു ഖല്ലാഖാണ്, ധാരാളമായി സൃഷ്ടിക്കുന്നവനാണ്. ഇതാറദിന, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ അറിയാവുന്ന സൂറത്തു യാസീനിലൊക്കെ നമ്മൾ ഓതുന്നതാ, കുൻ ഫയകുൻ. ഏതൊരു വസ്തുവിനോടും അള്ളാഹുവിന്റെ കുൻ എന്ന ഇറാദത്ത് അത് തഅല്ലുഖാകുമ്പോൾ അതങ്ങോട്ട് ഉണ്ടാവുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെയൊക്കെ ആ കുൻ ഫയകുൻ കൊണ്ട് പടച്ചാൽ പോരെ? എന്തിനാണ് മാതാപിതാക്കളിൽ നിന്ന് പ്രത്യുൽപാദനപരമായി പടക്കുന്നത്? ഓരോന്നിനെയും വെവ്വേറെ വെവ്വേറെ കുൻ ഫയകുൻ. ആദം അലൈഹി സ്വലാം എങ്ങനെ ഉണ്ടായോ അതേ രീതിയിൽ ലോകത്തെ എല്ലാ മനുഷ്യരെയും പടക്കാൻ അള്ളാഹുവിന് കഴിയും. പക്ഷെ ഒരു സംവിധാനമാണ് അള്ളാഹു ഇവിടെ സ്വീകരിക്കുന്നത്. എന്തുകൊണ്ട് ഖുർആൻ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിൽ കൂടെയാണ് ഞാൻ ഈ പരിണാമ സിദ്ധാന്തത്തിന്റെ ഈ ഒരു പ്രത്യേകത കാണുന്നത്. റബ്ബിന് ഒരു രീതിയുണ്ട്. സുന്നത്തുല്ലാഹി അല്ലതി ഖദ് ഖലത് മിൻ ഖബ്ൽ വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീല. ഒരു രീതിശാസ്ത്രം അല്ലാഹു സ്വീകരിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും കൃത്യമായി നമുക്കിങ്ങനെ പറഞ്ഞു തന്നാൽ പിന്നെ മനുഷ്യ സൃഷ്ടി അപ്രസക്തമാവുകയാണ്. എങ്ങനെയാണ് ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിക്കുന്നത്? മലായിക്കത്തിനോട് അള്ളാഹു ആ വിവരം പറയുമ്പോൾ ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഭൂമിയിൽ ഒരു ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴാണ് മലായിക്കത്തിനൊരു ആശങ്കയുണ്ടാവുന്നത്. പടച്ചവനെ, അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, ചോര ചിന്തുന്ന കുഴപ്പമുണ്ടാക്കുന്ന ഒരു വർഗത്തെ ഭൂമിയിൽ പ്രതിനിധാനം ചെയ്യാൻ നീ നിശ്ചയിക്കുന്നുണ്ടോ? ഇനി ഖാലിഖും ബശറം മിൻ ത്വീൻ എന്ന് പറയുന്നിടത്ത് ആ ആശങ്ക അവർ പറഞ്ഞിട്ടില്ല. മണ്ണിൽ നിന്നൊരു മനുഷ്യനെ പടക്കുന്നതിലല്ല പ്രശ്നം, അവിടെ ഖിലാഫത്ത് നൽകുന്നതിലാണ് മലായിക്കത്ത് ആ പ്രശ്നം ഉന്നയിക്കുന്നത്. ഖുർആൻ രണ്ടും പറയുന്നുണ്ട്. ഖാലിഖും ബശറം മിൻ ത്വീൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെയാണ് മലായിക്കത്ത് ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഭൂമിയിൽ ഒരു ഖലീഫയെ നിശ്ചയിക്കുമ്പോൾ ഖിലാഫത്തിന് യോഗ്യമാകുമോ കുഴപ്പമുണ്ടാക്കുന്ന ചോര ചിന്തുന്ന വർഗം എന്നതാണ് മലായിക്കത്തിന്റെ ആശങ്ക. എങ്ങനെയാണ് തഫ്സീറുകൾ പറയുന്നുണ്ട്, വിവിധ തഫ്സീറുകൾ വിവിധ രീതിയിൽ ഇതിനെ സമീപിക്കുമ്പോൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന മനുഷ്യര് ഖിലാഫത്തിന് യോഗ്യരാണോ എന്ന് ചോദിക്കാൻ നേരത്തെ ഇങ്ങനെ കുഴപ്പമുണ്ടാക്കിയ ഒരു വർഗത്തെ മലായിക്കത്തിന് എങ്ങനെ പരിചയമുണ്ടായി? െങ്കിൽ അവർക്ക് നേരത്തെ ഭൂമിയിൽ ഇങ്ങനെ ഒരു വർഗം ജീവിച്ചിരുന്നതിൻ്റെ അനുഭവ സാക്ഷ്യം വേണം എന്ന് സൂചിപ്പിക്കുന്ന ചില തഫ്സീറുകളുണ്ട്. പറഞ്ഞു വരുന്നത് അത് ജിന്നുകളാണ്, ബിന്നുകളാണ്, മറ്റെന്തെങ്കിലും വർഗമാണ്. നേരത്തെ ഇവിടെ ബഹുമാന്യരായ അലവി ഉസ്താദ് അത് സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ വിവിധ തഫ്സീറുകളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാം, അല്ല, ഇങ്ങനെയുള്ള മനുഷ്യർ തന്നെ ഭൂമിയിൽ നേരത്തെ ഉണ്ടായിരുന്നു എന്ന സൂചന നൽകുന്ന തഫ്സീറുകളും കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ 100% ആദം അലൈഹി ഇസ്ലാമിന് മുമ്പ് മനുഷ്യരൂപത്തിലുള്ള ജീവികൾ ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഉണ്ടെന്ന് പറയാൻ അത്രയും തെളിവില്ല താനും. ആദം അലൈഹി ഇസ്ലാമിന് മുമ്പ് മനുഷ്യരൂപത്തിലുള്ള ജീവജാലങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാനും നമുക്ക് തെളിവില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ളത് അന്വേഷണങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതു തന്നെയാണ്. ഞാനങ്ങനെ പറയുന്നതിന് കാരണം നമുക്ക് നമ്മുടെ ചില തഫ്സീറുകൾ, ഉദാഹരണത്തിന് റൂഹുൽ ബയാനിലൊക്കെ കാണാം, ബഹുമാനപ്പെട്ട ഇബ്നു അറബി തങ്ങളെ തൊട്ട്. ഇബ്നു അറബി തങ്ങൾ ഖുദ്ദിസ സിർറുഹു അവരൊരിക്കൽ തവാഫ് ചെയ്യുമ്പോൾ പ്രത്യേക രീതിയിലുള്ള കുറെ മനുഷ്യർ
കഅബയെ തവാഫ് ചെയ്യുന്നത് കാണുകയുണ്ടായി. സാധാരണ മനുഷ്യരല്ല. അപ്പൊ അവരോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ ആദം അലൈഹിസ്സലാമിന് മുമ്പ് ജീവിച്ച 40,000 കൊല്ലം മുമ്പ്, ആദം നബി അലൈഹിസ്സലാമിനും 40,000 കൊല്ലം മുമ്പ് ജീവിച്ച ചില മനുഷ്യരാണ്. ഇബ്നു അറബി തങ്ങൾ പറയുകയാണ്, ഫുതുഹാത്തുൽ മക്കീൽ ഇബ്നു അറബി തങ്ങൾ പറയുന്നത് റൂഹുൽ ബയാനിൽ ഉദ്ധരിക്കുകയാണ്. ഇബ്നു അറബി തങ്ങൾ പറയുകയാണ്, പിന്നീട് ഞാൻ ഇദ്രീസ് അലൈഹിസ്സലാമിനെ കണ്ടു. ഇദ്രീസ് അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്ന പ്രവാചകനാണ് എന്നൊരു അഭിപ്രായമുണ്ടല്ലോ, ഖിദ്ർ അലൈഹിസ്സലാമിനെ പോലെ. എന്തായാലും അവരെ കണ്ടപ്പോൾ ഞാൻ ഈ വിവരം പറഞ്ഞു, ആദം അലൈഹിസ്സലാമിന് മുമ്പുള്ള മനുഷ്യരോ. ഇദ്രീസ് അലൈഹിസ്സലാം അതിനെ വാസ്തവമാക്കുകയും അങ്ങനെ ഉണ്ടാവാം, നഹ്നു മആശിറൽ അംബിയ നുസദ്ദിഖു, ഞങ്ങൾക്ക് പ്രവാചകന്മാര് ഞങ്ങളിത് വിശ്വസിക്കുന്നു, നേരത്തെ തന്നെ ഇവിടെ മനുഷ്യര് വന്നു പോയിട്ടുണ്ടാവാം എന്ന അഭിപ്രായമൊക്കെ നമുക്ക് റബ്ബുക്കും വറബ്ബു ആബായിക്കുമുൽ അവ്വലീൻ എന്നതിന്റെ ആയത്തിന്റെ തഫ്സീറുൽ റൂഹുൽ ബയാനിൽ കാണാൻ പറ്റും. റബ്ബുക്കും വറബ്ബു ആബായിക്കുമുൽ അവ്വലീൻ എന്നത് സൂറത്തു സ്വാഫാത്തിലുണ്ട്, സൂറത്തു ശുഅറായിലുണ്ട്, അതുപോലെ തന്നെ 2-3 സൂറത്തുകളിലുണ്ട്. പക്ഷെ ഇത് സൂറത്തു ദുഹാനിലെ റബ്ബുക്കും വറബ്ബു ആബായിക്കുമുൽ അവ്വലീൻ എന്നതിന്റെ തഫ്സീറിലാണ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. എന്നു മാത്രമല്ല, ആദം അലൈഹിസ്സലാമിൻ ഒരാദം മാത്രമല്ല, 100,000 ആദം, 1,00,000 ആദം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന അഭിപ്രായവും അവിടെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഖണ്ഡിതമായ തെളിവുകളല്ല. കാരണം തഫ്സീറുകളിൽ പറഞ്ഞ ചില അഭിപ്രായങ്ങൾ മാത്രമാണ് നമുക്കൊരു നസ്സായി ഖുർആനിന്റെയോ ഹദീസിന്റെയോ പിൻബലത്തിൽ പറയാൻ കഴിയുന്നതല്ല. അതാണ് ഞാൻ പറഞ്ഞത്, സാധ്യതകളാണ്. എന്തുകൊണ്ട് ഖുർആൻ ഇതൊക്കെ കൃത്യമായി പറഞ്ഞില്ല എന്ന ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ ഇത്തരം ഓരോ കാര്യവും നമ്മളെ ഓരോരുത്തരെയും സെപ്പറേറ്റ് പടക്കാത്തതുപോലെ ഓരോ കാര്യവും ഖുർആൻ വെവ്വേറെ പറഞ്ഞു തന്നാൽ പിന്നെ നമുക്കെന്താ പണി? ഖുർആൻ ആദം അലൈഹിസ്സലാം എന്ന സവിശേഷമായ ആധുനിക മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രസക്തിയായി മലായിക്കത്തിനോട് പറയുന്നത് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, വസ്തുനാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത്, അഥവാ അക്ഷരജ്ഞാനങ്ങൾ. അതിന് വിവിധ തഫ്സീറുകളുണ്ട്. ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് പോവുകയല്ല. കൗതുകകരമായ തഫ്സീറുകൾ അവിടെ നിങ്ങൾ പരിശോധിച്ചാൽ കാണും. ഇബ്നു അജീബ തങ്ങൾ ബഹ്റുൽ മദീദിലും അതുപോലെ ഒരുപാട് തഫ്സീറുകളിലും പറയുന്ന അക്ഷരങ്ങൾ പഠിപ്പിച്ചു, അല്ലെങ്കിൽ ഭാഷ പഠിപ്പിച്ചു, അങ്ങനെ ഖിയാമത്ത് വരെ വരുന്ന എല്ലാം അതിന്റെ പരിധിയിൽ വരും. അല്ലമ ആദമൽ അസ്മാ, ലോകത്തെ എല്ലാ അറിവുകളും അക്ഷരങ്ങളിൽ നിന്നാണ് അറിവുകൾ ഉണ്ടാവുന്നത്. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ അതികായനായ ഷേക്സ്പിയർക്ക് ഇംഗ്ലീഷിൽ 26 അക്ഷരമേ അറിയൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. അയാളുടെ എല്ലാ പുസ്തകത്തിലും ഈ 26 അക്ഷരം തന്നെയാണ് ആവർത്തിക്കുക. ഈ അക്ഷരങ്ങളാണ് വലിയ വിജ്ഞാന ലോകങ്ങളാവുന്നത്. അറബിയിൽ 28 അക്ഷരമാണ് നമുക്കറിയുക, പക്ഷെ അത് ഒരുപാട് കിതാബുകളാവും. എന്നതുപോലെ അക്ഷരങ്ങളും ഭാഷകളും പഠിപ്പിച്ചു കൊടുത്ത് മനുഷ്യരാശിയെ അറിവിന്റെ വാതായനങ്ങളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോവുക എന്നൊരർത്ഥവും അതിനുണ്ട്. പറഞ്ഞു വരുന്നത്, ഖുർആൻ നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യം. ഇതൊക്കെ ഖുർആൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു തന്നാൽ പിന്നെ മനുഷ്യനെ എന്തിനാണോ നിയോഗിച്ചയച്ചത് അത് സെൽഫ് കോൺട്രാഡിക്റ്റ് ആയിട്ട് അള്ളാഹു മനുഷ്യനെ പഠിക്കാൻ പറഞ്ഞയച്ചു. എന്നിട്ട് മനുഷ്യന് പഠിക്കാൻ അവസരം കൊടുക്കാതെ എല്ലാം പറഞ്ഞു കൊടുത്തു. എല്ലാ ഉത്തരവും പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകനല്ല നല്ല അധ്യാപകൻ. ചോദ്യങ്ങൾ കൊടുത്ത് കുട്ടികളെ കൊണ്ട് ഉത്തരം ഉണ്ടാക്കിക്കുന്ന അധ്യാപകനാണ്. അതുകൊണ്ട് ഇവിടെ റബ്ബ് ചെയ്യുന്നത് മനുഷ്യനെ പഠിക്കാൻ വിടുകയാണ്. അല്ലാഹു തആല പറഞ്ഞു, ഖുൽ സീറൂ ഫിൽ അർദ് ഫൻദുറൂ കൈഫ ബദഅൽ ഖൽഖ് ثم الله ينشئ النشأة الآخرة إن الله على كل شيء قدير. സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു തആല കൃത്യമായി പറയുന്നു. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ജനതയോട് പറയുന്ന വർഷങ്ങൾ എത്രയായി, ഇത് പുതിയതല്ല. ചാൾസ് ഡാർവിൻ ദ്വീപുകളിൽ നടന്ന് 4-5 വർഷത്തെ അന്വേഷണങ്ങൾക്കൊടുവിൽ കണ്ടെത്തുന്നതല്ല. 5000 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അവരുടെ ജനതയോട് 3000-4000 വർഷം മുമ്പ് പറയുന്ന ചരിത്രമാണ്. ഖുൽ സീറൂ ഫിൽ അർദ്, ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു നോക്കുക, എന്നിട്ട് ഫൻദുറു, നിങ്ങൾ അന്വേഷിക്കണം, കൈഫ ബദഅൽ ഖൽഖ്, അല്ലാഹു സൃഷ്ടി എങ്ങനെയാണ് തുടങ്ങിയത് എന്ന്. സൃഷ്ടി എങ്ങനെയാണ് ആരംഭിച്ചത് എന്നത് നമ്മൾ അന്വേഷിച്ചു കണ്ടെത്താൻ നമ്മളെ ഏൽപ്പിച്ചതാ. പിന്നെ അള്ളാഹു തന്നെ ഒരിടത്ത് നമ്മളെ ഏൽപ്പിക്കുക, അപ്പുറത്ത് അങ്ങനെ പറഞ്ഞു തരിക.
അതുണ്ടാവില്ല. മാ അശ്ഹത്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ് വലാ ഖൽഖ അൻഫുസിഹിം വമാ കുന്തു മുത്തഖിദൽ മുദില്ലീന അദൂദ. ഈ സെഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ തിയോടാക്കിന്റെ ഉദ്ഘാടനത്തിൽ റഷീദ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ ഈ ആയത്ത് സൂചിപ്പിച്ചിരുന്നു സൂറത്തുൽ കഹ്ഫിലെ. മാ അശ്ഹത്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ് വലാ ഖൽഖ അൻഫുസിഹിം. ആകാശഭൂമികളുടെ സൃഷ്ടി, ഓരോ മനുഷ്യന്റെയും സൃഷ്ടി, ഇതിനൊന്നും അല്ലാഹു തആല ആരെയും സാക്ഷിയാക്കിയിട്ടില്ല. നമുക്കൊരു കൃത്യമായ പരീക്ഷണത്തിലൂടെ, കൃത്യമായ ഒരു സാക്ഷ്യത്തിലൂടെ ഇതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടാനാവില്ല. മറിച്ച് നമുക്ക് അന്വേഷണങ്ങളിലൂടെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്താനേ പറ്റൂ. സീറു ഫിൽ അർദ് ഫൻദുറു കൈഫ ബദഅൽ ഖൽഖ്. ഭൂമിയിലൂടെ സഞ്ചരിച്ച് എങ്ങനെയാണ് സൃഷ്ടി ആരംഭിച്ചത് എന്ന് അന്വേഷിക്കാൻ അല്ലാഹു തആല മനുഷ്യരെ ഏൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ അന്വേഷണങ്ങളാണ് വിവിധ കാലഘട്ടങ്ങളിലൂടെ ചരിത്ര പണ്ഡിതന്മാർ, ഭൂമിശാസ്ത്ര പണ്ഡിതന്മാർ, ജീവശാസ്ത്ര പണ്ഡിതന്മാർ ഇവരൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഖുർആൻ ഏതൊരു കാര്യത്തിലും എടുക്കുന്ന സമീപനം ഇതുതന്നെയാണ്. എല്ലാ കാര്യവും ക്യാപ്സൂളായി നമുക്ക് പറഞ്ഞു തരിക എന്നതല്ല ഖുർആനിന്റെ ജോലി. ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ പറഞ്ഞു തന്നാൽ, ഇവിടെ നേരത്തെ മുസ്തഫ ഫൈസ് സൂചിപ്പിച്ചിരുന്നു തശ്രീഇന്റെ കാര്യങ്ങൾ, നിസ്കാരവും നോമ്പുമടക്കമുള്ള നമ്മുടെ തശ്രീഇന്റെ കാര്യങ്ങൾ കൃത്യമായി ഖുർആൻ പറഞ്ഞു തരും. അല്ലാത്ത ഭൗതിക പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള സംവിധാനമാണ് അല്ലാഹു തആല സ്വീകരിക്കുന്നത്. നമ്മൾ അന്വേഷിച്ചു കണ്ടെത്തണം. അതിനാണ് ഭൂമിയിലേക്ക് നമ്മളെ അല്ലാഹു തആല പറഞ്ഞയച്ചത്. അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, അക്ഷരങ്ങളും ഭാഷകളും പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് അറിവിന്റെ വാതായനങ്ങൾ തുറന്നു തന്ന് ഇനി നിങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തണമെന്നതാ. ഈ ഖുർആനെ പരിഹസിച്ചു പറഞ്ഞവര് വഖാലു അസാത്തിറുൽ അവ്വലീന ഇക്തതബഹ ഫഹിയ തുംല അലൈഹി ബുക്റതൻ വഅസ്വീല. ഇതൊക്കെ കേവലം പുരാണങ്ങളാണ്, കെട്ടുകഥകളാണ്, പൂർവികർ പറഞ്ഞുണ്ടാക്കിയ കഥകൾ ആവർത്തിച്ചു പറയുകയാണ് എന്ന് ഖുർആനെ പരിഹസിച്ചവരെ പറ്റി മറുപടിയായി അല്ലാഹു തആല സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞു, ഖുൽ അൻസലഹുല്ലദീ യഅലമു സിർറ ഫിസ് സമാവാതി വൽ അർദ്. നബിയെ തങ്ങൾ അവരോട് പറയണം, അൻസലഹു, ഇത് പുരാണ കഥകളല്ല, ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് അല്ലദീ യഅലമു സിർറ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ രഹസ്യം അറിയുന്നവനാണ് അവതരിപ്പിച്ചത്. ആകാശഭൂമികളുടെ രഹസ്യം മുഴുവൻ ഈ ഖുർആൻ പറഞ്ഞു തരും എന്നല്ല ഖുർആൻ പറഞ്ഞത്. ആകാശഭൂമിയുടെ രഹസ്യം അറിയുന്നവൻ അവതരിപ്പിച്ച ഗ്രന്ഥമാണിത്. അതുകൊണ്ട് ആകാശഭൂമികളുടെ രഹസ്യം നിങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഈ രഹസ്യം അറിയുന്നവനാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചത്. അഥവാ ഖുർആനിലെ ഒരായത്ത് പോലും ഈ പ്രാപഞ്ചിക രഹസ്യങ്ങളോട്, നിങ്ങൾ കണ്ടെത്തുന്ന ശാസ്ത്ര സത്യങ്ങളോട് വിരുദ്ധമായി വരുന്നേയില്ല. ഇതാണ് ഖുർആനിന്റെ മികവ്. വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആൻ നിങ്ങൾ നന്നായി പരിശോധിക്കണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഫലാ യതദബ്ബറൂനൽ ഖുർആൻ. ഖുർആൻ നന്നായി അതിന്റെ പുറകെ കൂടി അന്വേഷിക്കണം, തദബ്ബുർ ചെയ്യണം, നന്നായി പരിചിന്തനം ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. അല്ലാഹു അല്ലാത്ത ഒരാളായിരുന്നു ഈ ഗ്രന്ഥം അവതരിപ്പിച്ചതെങ്കിൽ ഒരുപാട് സത്യത്തോട് നിരക്കാത്ത, യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാത്ത പരാമർശങ്ങൾ ഇതിലുണ്ടാകുമായിരുന്നു. പക്ഷെ നിങ്ങൾ എത്ര അന്വേഷിച്ചാലും തെളിയിക്കപ്പെട്ട പ്രൂവൺ ഫാക്ട്, ശാസ്ത്രത്തിൽ തെളിയിക്കപ്പെട്ട ഒന്നിനോടും പൊരുത്തപ്പെടാത്ത, തെളിയിക്കപ്പെട്ട സത്യങ്ങളോട് പൊരുത്തപ്പെടാത്ത ഒരു പരാമർശവും ഖുർആനിൽ കാണാൻ പറ്റില്ല. അത് നമ്മൾ അന്വേഷിച്ചു കണ്ടെത്തേണ്ടതാ, മനുഷ്യരാശിയുടെ ജോലിയാ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. തഹാഫുത്തുൽ ഫലാസിഫയിൽ മഹാനായ ഇമാം ഗസാലി തങ്ങൾ
കൃത്യമായി പറയുന്നുണ്ട്. ഞാൻ ഈ ഗ്രന്ഥം എഴുതാൻ ഫലാസിഫത്തിന് എൻ്റെ പതനത്തെ പറ്റി എഴുതിയപ്പോൾ അന്നത്തെ ശാസ്ത്രജ്ഞനാണ് അന്നത്തെ ഫലാസിഫത്ത്. നേരത്തെ ശാസ്ത്രം എന്നതൊക്കെ പുതിയ കാലത്ത് വന്ന പേരാ. നേരത്തെ അങ്ങനെ ഒരു പേര് പോലും ഉണ്ടായിരുന്നില്ല. ശാസ്ത്രത്തിന് ഈ ഒരു സയൻസ് എന്ന രീതിയിലല്ല നേരത്തെ ഉലൂമു ത്വബിയ, ഭൗതികമായ അറിവുകളുടെ ഒരു മേഖലയായിട്ടാണ്, അത് ഫിലോസഫിയുടെ ഭാഗമായിട്ടാണ് ഉണ്ടായിരുന്നത്. അന്നത്തെ ശാസ്ത്രജ്ഞന്മാരുടെ അബദ്ധങ്ങളെ തുറന്നു കാട്ടുന്ന തഹാഫുത്തുൽ ഫലാസിഫയുടെ ആമുഖത്തിൽ മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, കേവലം ശാസ്ത്രീയമായ കാര്യങ്ങളെ എതിർക്കുക എന്നത് ഈ പുസ്തകത്തിന്റെ ലക്ഷ്യമല്ല. എന്നിട്ട് അദ്ദേഹം 1000ഓളം വർഷം മുമ്പാണ് അദ്ദേഹം ജീവിച്ചതും ഇത് എഴുതുന്നതും എന്ന് നമ്മൾ ഓർക്കണം. സൂര്യഗ്രഹണം എന്തുകൊണ്ടുണ്ടാവുന്നു, ചന്ദ്രഗ്രഹണം എന്തുകൊണ്ടുണ്ടാവുന്നു, ഇതൊക്കെ ഭൂമിയും ചന്ദ്രനും ഒക്കെ ഒരേ, അല്ലെങ്കിൽ ഭൂമിയും സൂര്യനും ഒരേ രേഖയിൽ വരികയും അതിനിടയിൽ ചന്ദ്രൻ വരികയും ചെയ്യുന്ന ഇന്നത്തെ ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞു, ഇതാണ് അതിന്റെ ന്യായം എന്ന് പറയുമ്പോൾ നമുക്കതിനെ എതിർക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം അത് നമ്മുടെ പ്രമാണങ്ങളോട് എതിരല്ല. പ്രമാണങ്ങളോട് എതിരല്ലാത്ത ഒരു ശാസ്ത്ര സത്യത്തെയും എതിർക്കേണ്ട കാര്യം നമുക്കില്ല. ഇവിടെയും നമുക്ക് സ്വീകരിക്കാനുള്ള ഒരു നയം അതുതന്നെയാണ്. ഇന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന എവല്യൂഷൻ തിയറി. എവല്യൂഷൻ തിയറി എന്നത് സത്യത്തിൽ ബയോളജി എന്നതിന് ഒരു സെൻസ് പോലും ഉണ്ടാവില്ല. എവല്യൂഷൻ തിയറി നിങ്ങൾ അംഗീകരിക്കാതിരുന്നാൽ എന്നിടത്തേക്കൊക്കെ പറയുന്ന ആളുകളുണ്ട്. ബയോളജിക്ക് ഒരു സെൻസ് ഉണ്ടാവണമെങ്കിൽ എവല്യൂഷൻ തിയറി ശരിയാവണം എന്ന് പറയുന്നിടത്തേക്ക്. റിച്ചാർഡ് ഡോക്കിൻസിനോട് ഒരു അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട്, ഡാർവിന് മുമ്പാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഒറിജിൻ ഓഫ് സ്പീഷീസ് എഴുതുന്നതിന് മുമ്പാണ് നിങ്ങൾ ജീവിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു നിരീശ്വരവാദിയാകുമായിരുന്നോ? റിച്ചാർഡ് ഡോക്കിൻസിന്റെ മറുപടി, ചിലപ്പോൾ ഞാൻ മതവിശ്വാസിയായി പോകുമായിരുന്നു ഡാർവിന് മുമ്പാ ജീവിച്ചിരുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം അത്രമേൽ നിരീശ്വരത്വത്തെ സാധൂകരിക്കുന്നു എന്നാണല്ലോ റിച്ചാർഡ് ഡോക്കിൻസ് പറയുന്നത്. റിച്ചാർഡ് ഡോക്കിൻസ് ജീവിക്കുന്നത് ഡാർവിന് മുമ്പോ അദ്ദേഹത്തിന്റെ എവല്യൂഷൻ തിയറിയെ പറ്റിയുള്ള ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിന്റെ മുമ്പായിരുന്നെങ്കിൽ അദ്ദേഹം നിരീശ്വരവാദിയാവാതെ ഈശ്വരവിശ്വാസിയായി പോകുമായിരുന്നു എന്ന് അദ്ദേഹം സങ്കടപ്പെടുക. രക്ഷപ്പെട്ടത് ഡാർവിന്റെ ഈ സിദ്ധാന്തം കൊണ്ടാണ്. ഇത്രമേൽ ഡാർവിന്റെ സിദ്ധാന്തം നിരീശ്വരത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ, ചോദ്യം ചെയ്യപ്പെടാത്ത വിധം തെളിയിക്കപ്പെട്ടതാണ് ഡാർവിന്റെ എവല്യൂഷൻ തിയറി എന്നൊക്കെ ഇന്ന് കൊട്ടിഘോഷിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്? ആരാണ് ഡാർവിന്റെ എവല്യൂഷൻ തിയറിയുടെ മറുവശത്തുള്ളത്? മുസ്ലിങ്ങളാണോ? മുസ്ലിങ്ങൾക്ക് സത്യത്തിൽ അതിന് വലിയ പ്രശ്നമൊന്നുമില്ല, ചെറിയ പ്രശ്നമുണ്ട് താനും. ഡാർവിന്റെ എവല്യൂഷൻ തിയറി ഏറ്റവും അധികം വിമർശിക്കുന്നത് മുസ്ലിങ്ങളല്ല, യൂറോപ്പിലെ ക്രിസ്ത്യാനിറ്റിയും ജൂതന്മാരുമൊക്കെയാണ്. എത്രയോ സയന്റിസ്റ്റുകളാണ്, ശാസ്ത്രജ്ഞന്മാരാണ്. നമുക്കറിയാം, ഒരുപാട് പുസ്തകങ്ങൾ ഇന്ന് യൂറോപ്പിൽ ആ വിഷയത്തിൽ ലഭ്യമാണ്. വർഷങ്ങൾക്ക് മുമ്പേ രചിക്കപ്പെട്ടതും ആധുനിക കാലത്ത് രചിക്കപ്പെട്ടതുമായ ധാരാളം പുസ്തകങ്ങൾ ആ വിഷയത്തിലുണ്ട്. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് പോവേണ്ട, നിങ്ങളൊക്കെ ആ വിഷയത്തെ പറ്റിയൊക്കെ കുറേ ബോധവാന്മാരായതുകൊണ്ട് ഞാൻ കൂടുതൽ ആ വിഷയത്തെപ്പറ്റി പറയുന്നില്ല. 1-2 പുസ്തകങ്ങൾ മാത്രം നിങ്ങൾക്ക് ആ വിഷയത്തിൽ. മിഖായേൽ ഡെന്റിന്റെ എവല്യൂഷൻ എ തിയറി ഇൻ ക്രൈസിസ്, ഇത് 30 വർഷങ്ങൾക്ക് മുമ്പാണ് എഴുതുന്നത്. എവല്യൂഷൻ എന്നത് എ തിയറി ഇൻ ക്രൈസിസ്. ഇപ്പോഴും ഒരു മുങ്ങിത്താഴുന്ന എന്ന് പറയാം, ക്രൈസിസ് ആണ്, ഒരു പ്രതിസന്ധി പൂർണ്ണമാണ്, ഒരിക്കലും രക്ഷപ്പെട്ടിട്ടില്ലാത്ത ഒരു തിയറിയാണത്. പക്ഷെ 30 വർഷം മുമ്പല്ലേ, അതിനുശേഷം ഒരുപാട് തെളിവൊക്കെ വന്നില്ലേ. ഇപ്പൊ നമ്മൾ ജീനോമൊക്കെ വായിക്കപ്പെട്ടു, ജീനുകളുടെ പുതിയ തെളിവൊക്കെ കിട്ടി. അദ്ദേഹം തന്നെ മിഖായേൽ ഡെന്റൻ വീണ്ടും അടുത്ത 2-3 വർഷം മുമ്പ് എഴുതി എവല്യൂഷൻ സ്റ്റിൽ എ തിയറി ഇൻ ക്രൈസിസ്. ഈ 10-30 വർഷങ്ങൾക്ക് ശേഷം വന്ന ഫോസിലൊക്കെ മാറിയിട്ട് ഇപ്പോ ജീനുകളുടെ തെളിവാണ്, DNA-യുടെ തെളിവാണ്, നിയോ ഡാർവിനിസമാണ്. അപ്പോഴും സ്റ്റിൽ ഇൻ ക്രൈസിസ്, എ തിയറി സ്റ്റിൽ ഇൻ ക്രൈസിസ് ആണ്. ഇതിന്റെ ക്രൈസിസ് മാറുന്നില്ല. നമ്മളല്ല, ഞാൻ ഇത് സൂചിപ്പിക്കാൻ കാരണം നമ്മളല്ല. ദ ബയോകെമിക്കൽ ചാലഞ്ച് ഓഫ് എവല്യൂഷൻ എന്ന പുസ്തകം എഴുതുന്നത് ഡാർവിൻസ് ബ്ലാക്ക് ബോക്സ്. അത് മറ്റൊരു മിഖായേൽ ജെ ബെഹിയാണ്. മിഖായേൽ ജെ ബെഹിയുടെ പ്രസിദ്ധമായ പുസ്തകമാണ് ഡാർവിൻസ് ബ്ലാക്ക് ബോക്സ്, ദ ബയോകെമിക്കൽ ചാലഞ്ച് ടു എവല്യൂഷൻ. ഞാൻ പറയുന്നത് മുസ്ലിങ്ങളല്ല ഇതിന്റെ മറുവശത്ത്.
ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാൻ, ഇനി അറബി വേണമെങ്കിൽ അറബിയിൽ ഈ പുസ്തകങ്ങളൊക്കെ ലഭിക്കും. സുന്ദൂഖ് ദാർവിൻ അൽ അസ്വദ്, തഹദ്ദിൽ കീമിയ ഇൽ ഹാവിയ ലി നദറിയത്തി തത്തവ്വുർ. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ അത്തത്തവ്വുറു നദറിയത്തുൻ ഫി അജിമ്മ, എ തിയറി ഇൻ ക്രൈസിസ്. അറബിയിൽ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. സ്റ്റിൽ ഇൻ എ ക്രൈസിസ് എന്നത് അത്തത്തവ്വുറു മാ തസാലു നദറിയത്തൻ ഫി അജിമ്മ. വിശദീകരിക്കല്ല, പറഞ്ഞു വന്നത് ഡാർവിന്റെ എവല്യൂഷൻ തിയറിയുടെ മറുവശത്ത് മുസ്ലിങ്ങളല്ല ഉള്ളത്. ഇത് ശാസ്ത്രീയമായി ഇന്നും തെളിയിക്കപ്പെടാത്ത ഒരു സിദ്ധാന്തം തന്നെയാണ്. അതിന് ഒരുപാട് പോരായ്മകളുണ്ട്, മിസ്സിംഗ് ലിങ്കുകളുണ്ട് എന്ന് പറയുന്നതൊക്കെ ചിലർ പരിഹസിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മൾ അതിന്മേലൊന്നും അല്ല കൂടുന്നത്. ഫോസിലുകളുടെ മിസ്സിംഗ് ലിങ്കുകൾ ഇനി കിട്ടിയെന്ന് വെക്കുക, എല്ലാ മിസ്സിംഗ് ലിങ്കുകളും പൂർത്തിയായി. ഡാർവിന്റെ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടു. ഇസ്ലാമിന് എന്താ പ്രശ്നം? ഇവിടെ ആദം അലൈഹിസ്സലാം ആദിമ മനുഷ്യനാണെന്നും അവിടുന്ന് ഇങ്ങോട്ട് കേവലം 7000 അല്ലെങ്കിൽ 10000-ൽ താഴെ വർഷമേ ഉള്ളൂ എന്നൊന്നും ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല. അത് പറയുന്നത് മറ്റു ചില മതഗ്രന്ഥങ്ങളാണ്. അതുകൊണ്ടാണ് അവരാണ് അതിന്റെ മറുവശത്തുള്ളത്. വംശാവലി കൃത്യമായി പറയുന്നുണ്ട് ബൈബിളും തോറയും ഇഞ്ചിയിലുമൊക്കെ. അങ്ങനെ ഒരു വംശാവലിയുടെ കണക്കുകൾ പറയുമ്പോൾ അവിടെ പ്രതിസന്ധി വരും. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ 1,00,000 ആദമുണ്ടായിരുന്നു എന്നോ, അല്ലെങ്കിൽ ആദം നബിയുടെ 40,000 കൊല്ലം മുമ്പേ ജീവിച്ച മനുഷ്യരുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന തഫ്സീറുകൾ ഉണ്ടാകുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഇത് വലിയൊരു പ്രതിസന്ധിയൊന്നുമല്ല. പക്ഷേ ഒരു പ്രതിസന്ധിയുണ്ട്, നമ്മളത് കാണാതെ പോകരുത്. എന്താണ് പ്രതിസന്ധി? നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ ആധുനിക മനുഷ്യ സമൂഹം, നമ്മുടെ പരിചിതമായ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഈ മനുഷ്യ സമൂഹം, ഇത് ഒരു പരിണാമത്തിന്റെ ഭാഗമായി വന്നതാണോ അല്ല ഒരു സ്പെഷ്യൽ ക്രിയേഷൻ ആണോ? ഇവിടെയാണ് വിഷയമുള്ളത്. അല്ലാഹു തആല ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നതിന്റെ കാരണം ആദം നബിക്ക് സുജൂദ് ചെയ്യാത്തതാണെന്ന് നമുക്കറിയാം. അവിടെ അല്ലാഹു തആല ഇബ്ലീസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തായിരുന്നു നിനക്ക് തടസ്സം ആദം അലൈഹിസ്സലാമിന് മുമ്പിൽ സുജൂദ് ചെയ്യാൻ? ലിമാ ഖലഖ്തു ബിയദയ്യ അസ്തക്ബർത അം കുൻത മിനൽ ആലീൻ. സുജൂദ് ചെയ്യാൻ, ആർക്ക് സുജൂദ് ചെയ്യാൻ? ലിമാ ഖലഖ്തു ബിയദയ്യ, ഞാൻ എൻ്റെ 2 കരങ്ങളെ കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യന് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. എല്ലാവരെയും അല്ലാഹല്ലേ സൃഷ്ടിച്ചത്. പക്ഷെ ആ സൃഷ്ടിയിൽ നിന്ന് വ്യത്യസ്തമായി സവിശേഷമായ ഒരു സൃഷ്ടിയാണ് ആദം അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ ഉണ്ടായത് എന്നത് ഖുർആന്റെ നസ്സാണ്. അതുകൊണ്ട് ആദം അലൈഹിസ്സലാം എന്നത് ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. ഖുർആന്റെ നസ്സാണ്. ഈസ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പിതാവില്ലാതെ സവിശേഷമായി സൃഷ്ടിക്കുമ്പോൾ അതിനെ ഉദാഹരിക്കുന്നത് ആദം അലൈഹിസ്സലാം മാതാവും പിതാവും ഇല്ലാതെ സവിശേഷമായ സൃഷ്ടിയാണ്. മാതാവില്ലാത്ത സവിശേഷ സൃഷ്ടിയാണ് ഹവ്വാ ബീവി. പിതാവില്ലാത്ത സവിശേഷ സൃഷ്ടിയാണ് ഈസ അലൈഹിസ്സലാം. മാതാവും പിതാവും ഇല്ലാത്ത സവിശേഷ സൃഷ്ടിയാണ് ആദം അലൈഹിസ്സലാം. അതുകൊണ്ട് ആദം അലൈഹിസ്സലാം ഒരു പരിണാമത്തിന്റെ ഭാഗമല്ല. മറിച്ച് ലോകത്ത് പരിണാമമില്ല എന്നൊന്നും നമുക്ക് വാദമില്ല. അല്ലെങ്കിലും 2 തരം പരിണാമങ്ങളല്ലേ നമുക്ക് പരിചയപ്പെടാനുള്ളത്, ഭൗതിക പരിണാമവും ജൈവ പരിണാമവും. ഇത് രണ്ടും ഇന്ന് ശാസ്ത്രം എത്തി നിൽക്കുന്ന നിഗമനങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം ഖുർആൻ നമ്മൾ ഓതുകയാണെങ്കിൽ എത്ര മനോഹരമായി ആ വിഷയങ്ങളെ തന്നെയല്ലേ ഖുർആൻ പറയുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് ഈ പ്രപഞ്ചമുണ്ടായത്? മനുഷ്യനും ജീവജാലമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അതിനൊക്കെ ഒരു വേദിയായ പ്രപഞ്ചം ഉണ്ടാവണ്ടേ? ഒരു സ്പേസ് വേണ്ടേ? സ്പേസിലല്ലേ മറ്റു സൃഷ്ടികൾ ഉണ്ടാവൂ. ഏതാണ് ഈ സ്പേസ്? സ്പേസ് ഉണ്ടാവുമ്പോൾ ഒരു സമയം അതിൻ്റെ കൂടെ സ്വാഭാവികമായി സൃഷ്ടിക്കപ്പെടും. അത് രണ്ടും കൂടി ചേർത്താണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ 4ാമത്തെ ഒരു മാനമായി 4th ഡയമെൻഷനായി സ്പേസ് ടൈമിനെ കൊണ്ടുവരുന്നത്. ഈ സമയവും സ്ഥലവും എന്നത് ഉണ്ടാവുന്നത് ആദ്യമായി സൃഷ്ടിയുടെ ഒരു ബിന്ദു ഉണ്ടാകുമ്പോഴാണ്. അതിന് ശാസ്ത്രം വിട്ടിരിക്കുന്ന പേരാണ് സിംഗുലാരിറ്റി. ഒരു സൂക്ഷ്മ കണം, അതിന്റെ സൂക്ഷ്മം എന്നൊന്നും പറഞ്ഞാൽ പോരാ.
ഒരു ബിന്ദുവിനെ നിങ്ങൾ ബില്യൻസ് അല്ലെങ്കിൽ സില്യൻസ് എന്നൊക്കെയാണ് അവർ പറയുക. 100 കോടി 1000 കോടിയിലൊരു അംശമായി നിങ്ങൾ ഒരു ബിന്ദു അല്ലെങ്കിൽ ഒരു ബോർഡിൽ ഇടുന്ന ഒരു കുത്ത് അതിനെ ചെറുതാക്കിയാൽ അതിനേക്കാൾ ചെറുത് എന്നൊക്കെ. ഒരു കണ്ണുകൊണ്ടും കാണാൻ കഴിയില്ല, മൈക്രോസ്കോപ്പ് കൊണ്ടും കാണാൻ കഴിയാത്ത അത്ര സൂക്ഷ്മമായ ആറ്റത്തെക്കാൾ ചെറുതായ ഒരു സങ്കല്പമാണത്. അങ്ങനെ അതിനെപ്പറ്റി പറയാൻ കഴിയൂ. ഈ പ്രപഞ്ചത്തിൽ ഇന്നുള്ള മുഴുവൻ ഊർജവും മുഴുവൻ മാറ്ററും എനർജിയും എല്ലാം കൂടി ആ ഒരു ബിന്ദുവിൽ ഉൾച്ചേർന്നിരിക്കുകയായിരുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതിൻ്റെ ഉള്ളിലെ അതിശക്തമായ മർദ്ദം, എല്ലാം ഇത്ര ചെറുതിലേക്ക് കൊണ്ടുവരുമ്പോഴുണ്ടാകുന്ന അതിശക്തമായ മർദ്ദം മൂലം ഉണ്ടായ ഒരു വികാസം, ഇൻഫ്ലേഷൻ, അതിനാണ് പിന്നീട് അതിനെ പരിഹസിച്ചു പറഞ്ഞതാണ് ബിഗ് ബാങ്. വിശ്വസിക്കാത്തവർ പറഞ്ഞ പേരാ ബിഗ് ബാങ്. പക്ഷെ പിന്നീട് അതായി പേര്. നമ്മളൊരാളെ കളിയാക്കിയിടുന്ന പേര് പിന്നീട് ശരിയായ പേരാകുന്നത് പോലെ ആ ബിഗ് ബാങ് തിയറിയാണ് ഇന്ന് പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന് ശാസ്ത്രം കാണുന്ന ഏറ്റവും ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെടുന്ന സിദ്ധാന്തം. അതുവരെ സ്റ്റഡി സ്റ്റേറ്റ് സിദ്ധാന്തമായിരുന്നു. പ്രപഞ്ചം എന്നും ഇങ്ങനെയുണ്ട് എന്ന വിശ്വാസം അല്ല. പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട്, അത് സിംഗുലാരിറ്റിയിൽ നിന്നാണ്. ആ സിംഗുലാരിറ്റിയുടെ ഇൻഫ്ലേഷനാണ്, വികാസമാണ് ഈ പ്രപഞ്ചമായി. ആ വികാസം ഇന്നും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. എല്ലാ കണക്ക് കൂട്ടലുകളുടെയും അപ്പുറത്തുള്ള വേഗതയിൽ, പ്രകാശത്തിന്റെ വേഗതയേക്കാൾ കൂടുതൽ മറികടക്കുന്ന വേഗതയിൽ പ്രപഞ്ചം വികസിക്കുന്നു എന്നൊക്കെയാണ് ശാസ്ത്രം ഇന്ന് അതേപ്പറ്റി പറയുന്നത്. അതൊരു പരിണാമമാണ്. അതായത് ആദ്യത്തെ ഒരു ബിന്ദു അത് വികസിച്ച് ഈ കാണപ്പെടുന്ന മഹാപ്രപഞ്ചങ്ങളായി. ശാസ്ത്രത്തിന് അതിനൊക്കെ കൃത്യമായ വിവരണങ്ങളുണ്ട്. എങ്ങനെയാണ് അതിൽ നിന്ന് ആദ്യമായി മൂലകങ്ങൾ ഉണ്ടാവുന്നത്, അത് പിന്നെ എങ്ങനെയാണ് സംയുക്തങ്ങളായി മാറുന്നത്, എങ്ങനെയാണ് നക്ഷത്രങ്ങളാകുന്നത്, നക്ഷത്രങ്ങൾ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ബാക്കി വരുന്നത് എങ്ങനെയാണ് ഗ്രഹങ്ങളായി വരുന്നത്, ഇതൊക്കെ വിവരിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ മഹാവികാസം അതൊരു പരിണാമമാണ്. ആ പരിണാമത്തിലൂടെയാണ് ആകാശങ്ങളും ഭൂമിയും ഒക്കെ ഉണ്ടാവുന്നത്. എന്നിട്ട് ഭൂമിയിലാണ് പിന്നെ ജീവൻ ഉണ്ടാകുന്നത്. ഭൂമിയിൽ തന്നെയാണോ ജീവൻ ഉണ്ടായത്, അതല്ല മറ്റേതോ ഗ്രഹത്തിലുണ്ടായ ജീവൻ ഭൂമിയിലേക്ക് എത്തിപ്പെട്ടതാണോ എന്നതൊന്നും ശാസ്ത്രത്തിന് ഇന്നും തീരുമാനമായിട്ടില്ല. എന്തായാലും പ്രപഞ്ചത്തിന്റെ ഈ ഭൗതിക പരിണാമം, ഭൗതിക വസ്തുക്കൾ ഇങ്ങനെ പരിണമിച്ചുണ്ടായതാണ്. എന്നിട്ട് അങ്ങനെയുണ്ടായ ഈ ഭൗതിക പരിണാമത്തിന്റെ ഭാഗമായി ഉണ്ടായ ഭൂമി, ഇതിനൊക്കെ കൊല്ലങ്ങൾ കൃത്യമായി ശാസ്ത്രം ഏറെക്കുറെ പറയുന്നുണ്ട്. 1380 കോടി വർഷം മുമ്പാണ് ഈ സിംഗുലാരിറ്റി ഇങ്ങനെ പരിണമിച്ച് അല്ലെങ്കിൽ വികസിച്ച് ഇത്രമേൽ വലിയ പ്രപഞ്ചമായി തുടങ്ങുന്നത്. പിന്നെ അതിൻ്റെ ഓരോ ഘട്ടവും ശാസ്ത്രം വിശദീകരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ 1380 കോടി വർഷം മുമ്പ് ആരംഭിച്ച ഈ വികാസം ഇപ്പോഴും തുടരുകയാണ്. അതിങ്ങോട്ട് പോകുന്നൊരു 2/3 കാലഘട്ടവും കഴിഞ്ഞൊരു 450 കോടി വർഷം മുമ്പാണ് ഭൂമി രൂപപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ 1380 നിന്ന് 450 വരെയുള്ള കാലത്ത് ഭൂമിയില്ല. 450 കോടി വർഷം മുമ്പ് ഭൂമി രൂപപ്പെടുന്നു. ശാസ്ത്രത്തിലെ ജീവോൽപത്തിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഭൂമി രൂപപ്പെട്ടതിനു ശേഷം ഭൂമി അത്യുഷ്ണമായിരുന്നു. നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത, കാരണം അത് നക്ഷത്രത്തിൽ നിന്നൊക്കെ വേർപെട്ട് വരുന്ന അത്രയും വലിയ ശാസ്ത്രീയമായ കാരണങ്ങളുണ്ട്. അത് പിന്നീട് തണുത്തിങ്ങനെ അതിൻ്റെ ഊഷ്മാവ് കുറഞ്ഞു വന്ന് പിന്നെ ജീവികൾക്കൊക്കെ പാകമായി വന്നിട്ട് അങ്ങനെ ജീവജാലങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ കണക്കുണ്ട്. എന്നിട്ട് ഏതോ ഒരു ഘട്ടത്തിൽ അനുകൂലമായ കാലാവസ്ഥയിൽ ഏതോ ഒരു ജലാശയത്തിൽ ജീവൻ രൂപപ്പെട്ടു എന്നത് മാത്രമാണ് ശാസ്ത്രത്തിന് പറയാനുള്ളത്. നിങ്ങളിവിടെ 2 പോയിന്റുകൾ ശ്രദ്ധിക്കണം. സിംഗുലാരിറ്റി വികസിച്ച് മഹാപ്രപഞ്ചം ഉണ്ടാകുന്നു. അനുകൂലമായ കാലാവസ്ഥയിൽ എങ്ങനെയോ ജീവനുണ്ട് ആദ്യ നാളമുണ്ടായി. ആദ്യത്തെ ജീവൻ ഏകകോശ ജീവി ഉണ്ടാവുന്നു. പിന്നെ ആ ഏകകോശ ജീവി സ്വയം പിളർന്ന് 1 കോശം 2 കോശമായി അത് മൾട്ടിപ്പിൾ ചെയ്ത് അങ്ങനെ ബഹുകോശ ജീവികളാകുന്നു. ഇതൊക്കെ വെള്ളത്തിലാണ് ഉണ്ടാവുന്നത്. പിന്നെ അത് കരയിലേക്ക് കയറുന്നു. അങ്ങനെ വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ഉഭയജീവികൾ ഉണ്ടാവുന്നു. പിന്നെ സസ്തനികൾ, അങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് പരിണാമം അങ്ങനെ വന്ന് ഇന്നത്തെ മനുഷ്യനിൽ എത്തി നിൽക്കുന്നു. അങ്ങനെ നമ്മൾ ഈ എത്തി നിൽക്കുന്നതിന്റെ പുറകോട്ട് പോയാൽ പല ജീവജാലങ്ങൾക്കും പൊതുപൂർവികരിടയിലൊക്കെ ഉണ്ടാവും. അങ്ങനെ മനുഷ്യനും ചിമ്പാൻസിക്കും ഒരു പൊതുപൂർവികനുണ്ടെന്ന്. അല്ലാതെ കുരങ്ങിന്റെ മനകരാണ് മനുഷ്യൻ എന്നും ഡാർവിൻ പറഞ്ഞിട്ടില്ല.
നമ്മളങ്ങനെ ഒരാളെ അയാളുടെ സിദ്ധാന്തത്തോട് എതിർപ്പുണ്ട് വിചാരിച്ചിട്ട് അയാളുടെ പറയേണ്ട കാര്യമില്ലല്ലോ. വലായിജിരിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. കുരങ്ങിന്റെ മകനാണ് മനുഷ്യനൊന്നും ഡാർവിൻ പറഞ്ഞിട്ടില്ല. ചിമ്പാൻസിക്കും മനുഷ്യനും ഒരു പൊതുപൂർവികൻ ഉണ്ടാവും, കുടുംബാണ്. അങ്ങനെ കുറെ കോമൺ ആൻസസ്റ്റേഴ്സ് എന്നാണ് അവർ പറയാം. എങ്ങനെയാണ് ഈ പ്രകൃതി പരിണാമം സംഭവിക്കുന്നത്? അത് ചില മ്യൂട്ടേഷനുകൾ എന്ന് പറയും. കൂടാതെ പ്രകൃതി നിർദ്ധാരണം വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. ഇവിടെ ഒരുപാട് പരിപാടികളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കുറെ ആളുകൾ അതിനെപ്പറ്റി ബോധവാന്മാരാണ്. നാച്ചുറൽ സെലക്ഷൻ, ഓരോ ജീവജാലങ്ങൾ കുറെ കോടിക്കണക്കിന് വർഷങ്ങളിലൂടെ അത് പെറ്റുപെരുകുന്നതിനിടയിൽ അതിൻ്റെ ജീനുകളിൽ ചിലപ്പോൾ കോപ്പിയെടുക്കുമ്പോൾ വരുന്ന ചില എററുകൾ പോലെ, ചില ചെറിയ പ്രശ്നങ്ങളെ പോലെ മ്യൂട്ടേഷനുകൾ ഉണ്ടാകുകയും അതിൽ പ്രകൃതി അതിന് അനുയോജ്യമായതിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണത്, വിശദീകരിക്കുന്നില്ല. ഇവിടെ 2-3 കാര്യം മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന്, സിംഗുലാരിറ്റിയിൽ നിന്ന് വികസിച്ചാണ് ഈ ഭൗതിക പരിണാമം, ഈ പ്രപഞ്ചം ഉണ്ടായതെങ്കിൽ സിംഗുലാരിറ്റി എവിടുന്നുണ്ടായി? അവിടെയാണ് ശാസ്ത്രത്തിന് ഉത്തരമില്ല. ജീവൻ അനുകൂല കാലാവസ്ഥയിൽ ഏതോ രാസപ്രവർത്തനങ്ങളിലൂടെ ജീവൻ പൊടുന്നനെ അങ്ങോട്ടുണ്ടായി. എവിടുന്നുണ്ടായി? ഉത്തരമില്ല. പ്രകൃതി നിർദ്ധാരണം ചെയ്യണമെങ്കിൽ ഈ പ്രകൃതി എവിടുന്ന് വന്നു? എവല്യൂഷൻ തിയറിയിലെ വലിയൊരു സംഗതിയാണിത്, നാച്ചുറൽ സെലക്ഷൻ. ഇതിന് നാച്ചർ എവിടുന്ന് വന്നു? സെലക്ട് ചെയ്യാൻ ഒരു നാച്ചർ ഇവിടെ വേണ്ടേ? ഈ പ്രകൃതി എവിടുന്നുണ്ടായി? അല്ല, ശാസ്ത്രം സ്റ്റഡി സ്റ്റേറ്റ് സിദ്ധാന്തത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? പ്രകൃതി എന്നും ഇവിടെ ഉണ്ട് എങ്കിൽ പിന്നെ സിംഗുലാരിറ്റിയും ബിഗ് ബാങ്ങും ഒക്കെ പോകൂലേ? ഈ പ്രകൃതി എവിടുന്നുണ്ടായി? ഇവിടെയാണ് ഖുർആന്റെ ഓരോ ചോദ്യവും കൈഫ ബദഅൽ ഖൽഖ. അള്ളാഹു പറയുന്നതും സൃഷ്ടിയുടെ തുടക്കത്തെ പറ്റിയാണ്, തുടർച്ചയെ പറ്റിയല്ല. തുടർച്ച നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ തുടക്കം എങ്ങനെയാണ്? മാഅശത്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ്. സൃഷ്ടിയുടെ തുടക്കം, ജീവന്റെ തുടക്കം എങ്ങനെയാണ്? മലക്കൂത്തുസ് സമാവാതി വൽ അർദ് അല്ലാഹു തആല കാണിച്ചു കൊടുത്ത ആളാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. വകദാലിക നുരി ഇബ്രാഹിമ മലക്കൂത്തുസ് സമാവാതി വൽ അർദ്. ആ ഇബ്രാഹിം നബിയോട് പോലും കൈഫ തുഹിയിൽ മൗത എന്ന് ഇബ്രാഹിം നബി അള്ളാഹിനോട് ചോദിക്കുമ്പോൾ അല്ലാഹു തആല അതിന്റെ കൈഫിയത്ത് കാണിച്ചു കൊടുക്കുന്നില്ല. ഖാല അവലം തുമിൻ ഖാല ബല വലാകിൻ ലിയത്മഇന്ന ഖൽബി. അത് കേവലം വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. റൂഹിനെ പറ്റി പറയുന്നിടത്തൊക്കെ അല്ലാഹു തആല അങ്ങനെ തന്നെയാ പറയുന്നത്. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറഞ്ഞു, വയസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. നബിയെ, തങ്ങളോട് അവർ റൂഹിനെ പറ്റി ചോദിക്കും. ഖുർആനിൽ എത്ര യസ്അലൂനക ഉണ്ട്? അതിനൊന്നും ഇങ്ങനെയല്ലല്ലോ അല്ലാഹു മറുപടി പറയുന്നത്. യസ്അലൂനക അനിൽ യതാമ, യസ്അലൂനക അനിൽ മഹീദ്, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ. എത്ര യസ്അലൂനക? അതിനൊക്കെ കൃത്യമായ മറുപടി പറയുമ്പോൾ റൂഹിനെ പറ്റി ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. അതിന്റെ മറുപടി ഇത്ര പറഞ്ഞാൽ മതി, അതെന്റെ റബ്ബിന്റെ അമ്രിൽപ്പെട്ടതാ. അതുകൊണ്ട് ചോദ്യകർത്താവിന് ഉത്തരം കിട്ടിയോ? റൂഹ് ആരുടെ അമ്രാണെന്നല്ലല്ലോ ചോദിച്ചത്, റൂഹ് എന്താണെന്നാണ്. പക്ഷെ അള്ളാഹുവിന്റെ മറുപടി അത് റബ്ബിന്റെ അമ്രാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. മറ്റൊരു ഉത്തരത്തിനും അനുബന്ധമായി റബ്ബ് പറയാത്ത ഈ ഒരു പരാമർശം, അറിവിൽ നിന്ന് വളരെ കുറച്ചേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ, അറിവിൽ നിന്ന് വളരെ കുറച്ചേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ എന്ന ഈ അനുബന്ധത്തോടെയാണ് റൂഹിനെ പറ്റിയുള്ള മറുപടി പറയുന്നത്. 1400-ലധികം കൊല്ലമായി പള്ളി മെഹ്റാബുകളിൽ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ആയത്തോതപ്പെടുന്നു. ഇന്നും ഒരു സയൻസിനും പറയാൻ പറ്റുന്നില്ല ഞങ്ങൾ മനുഷ്യരെല്ലാം കണ്ടെത്തി, ഞങ്ങളെ കൊച്ചാക്കണ്ട, കുറഞ്ഞ അറിവേ നൽകപ്പെട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ കുറവാക്കണ്ട, റൂഹ് എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞു തരാമെന്ന് പറയാൻ കഴിയുന്ന ഒരു ശാസ്ത്രവും ഇത്രയും കാലമായും ലോകത്തില്ല. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. എന്താണ് ജീവൻ? എന്താണ് റൂഹ്? ചലനമല്ല. നുത്ഫത്തിൽ നിന്നാ മനുഷ്യനെ പഠിച്ചതെങ്കിൽ നുത്ഫത്തിന്റെ ആ ബീജത്തിന് ചലനശേഷി നേരത്തെയുണ്ട്, റൂഹ് പിന്നെയാണ് ഊതപ്പെടുന്നത്.
കേവലം ചലനമൊന്നുമല്ല റൂഹ്. റൂഹ് ഊതുമ്പോഴാണ് ഫൈദാ സവ്വൈതുഹു വനഫഖ്തു മിർ റൂഹി ഫഖഉ ലഹു സാജിദീൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില മുസ്ലിം ലോകത്ത് നടക്കുന്ന ചില ചർച്ചകൾ, ഈ ചർച്ചകളിലൊന്നും നമുക്ക് യോജിപ്പില്ല എന്ന് നേരത്തെ മുസ്തഫ ഫൈസി ഇവിടെ പറഞ്ഞത് കൊണ്ടാണ് ഞാനത് വിശദീകരിക്കാത്തത്. ഈജിപ്തിൽ ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് 1990കളുടെ അവസാനത്തിൽ, അബി ആദം എന്ന് പറഞ്ഞു, ദക്തൂർ അബ്ദുൽ സബൂർ ഷാഹിന്റെ. അവരൊക്കെ സമർത്ഥിക്കുന്നത് അല്ലാഹു തആല ഈ പറയുന്ന മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു പ്രോസസ്സാണ് മണ്ണിൽ നിന്ന് മനുഷ്യനെ പടക്കുക എന്നത്. അതിന്റെ പൂർത്തീകരണമാണ് ആദം അലൈഹി സ്വലാമിലൂടെ നടന്നത്. അല്ലാതെ ഒറ്റയടിക്ക് ആദം നബിയെ മണ്ണ് കുഴച്ച് പടച്ചു എന്നതല്ല. നമ്മളതിനോട് യോജിക്കുന്നില്ല. പക്ഷെ അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ബഷർ ഒന്ന് വേറെ, ഇൻസാൻ ഒന്ന് വേറെ, ബനു ആദം ഒന്ന് വേറെയൊക്കെ ആക്കി അങ്ങനെയൊക്കെ ചർച്ചകളുണ്ട് ലോകത്ത്. ജാമിഉൽ അസ്ഹറിൽ അതിനെപ്പറ്റി വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അബ്ദുൽ സബൂർ ഷാഹിന്റെ പുസ്തകത്തെ പറ്റി അസ്ഹർ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. 100% തള്ളിക്കളയുകയല്ല, പക്ഷേ ഞങ്ങൾക്ക് ഇതിനോട് യോജിപ്പില്ല. അദ്ദേഹത്തിൻ്റെതായ വാദങ്ങൾക്ക് അണിനിരത്താൻ ന്യായമുള്ളത് കൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ കാഫിറാക്കുന്നുമില്ല എന്നാണ് അസ്ഹറിന്റെ തീരുമാനം. ചുരുക്കി പറഞ്ഞാല് വർഷങ്ങളെടുത്തു നടന്ന ഒരു പ്രക്രിയയുടെ പൂർത്തീകരണമാണ് ഫഇദാ സവ്വൈതുഹു വനഫഖ്തു ഫീഹി മിർ റൂഹി. അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെയാണ്. സുമ്മ എന്നാണ് ഖുർആൻ ചില സ്ഥലത്ത് അതിനെപ്പറ്റി, അതിനിടയിൽ ഒരുപാട് കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോ ആദം അലൈഹിസ്സലാമിന് റൂഹ് ഊതുമ്പോഴാണ് സവിശേഷ സൃഷ്ടിയാവുന്നത് എന്ന് നമുക്കിവിടെ സ്വീകരിക്കാവുന്ന, നേരത്തെ ഓണപ്പള്ളി ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ച ഷുഐബ് മാലിക്കിയുടെ പുസ്തകം എവല്യൂഷൻ ആൻഡ് ഇസ്ലാം. ഈ പുസ്തകത്തിൽ അദ്ദേഹം ഗസാലി ഇമാമിന്റെയും അശ്അരിയത്തിന്റെയും രീതി വെച്ചുകൊണ്ട് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് 4 രീതിയിൽ ഇതിനെ മുസ്ലിം ലോകം നോക്കി കണ്ടിട്ടുണ്ട്. ഒന്ന്, ഡാർവിൻ പറയുന്ന പരിണാമ സിദ്ധാന്തം പൂർണ്ണാർത്ഥത്തിൽ ശരിയാണ് എന്ന്. അത് അഹ്ലുസുന്നത്തിന് അംഗീകരിക്കാൻ കഴിയുകയേ ഇല്ല. കാരണം അത് നസ്സുനെതിരാണ്. ഞാൻ പറഞ്ഞല്ലോ, ഗസാലി ഇമാമൊക്കെ എടുക്കുന്ന ഒരു നയം എന്താണ്? നസ്സുനെതിരാണെങ്കിൽ പിന്നെ ഒരു ശാസ്ത്രത്തെയും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് ഖുർആന്റെയും ഹദീസിന്റെയും ഖണ്ഡിതമായ പ്രമാണങ്ങൾക്ക് എതിരാണ്. ഡാർവിൻ പറയുന്നത് പോലെയുള്ള പരിണാമത്തിന്റെ ഭാഗമാണ് ആദം അലൈഹിസ്സലാമെങ്കിൽ ആദം നബിക്ക് സ്വാഭാവികമായും ഒരു പിതാവും മാതാവും ഉണ്ടാവും. അത് ലിമാ ഖലഖ്തു ബിയദയ്യ എന്ന നസ്സുനെതിരാണ്. ഒരു ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും അല്ല ആദം നബി സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് ആ അഭിപ്രായത്തെ പൂർണ്ണമായി നമ്മൾ തള്ളിക്കളയുന്നു. രണ്ടാമത്തെ അഭിപ്രായം ആദം എക്സെപ്ഷൻ. ആദം നബിയെ മാത്രം പരിണാമ ട്രീയിൽ നിന്ന്, എവല്യൂഷൻ ട്രീയിൽ നിന്ന് ആദം നബിയെ മാത്രം ഒഴിവാക്കുക. ജീവജാലങ്ങളൊക്കെ പരിണമിച്ചു വന്നതാണ്. ആ പരിണാമത്തിന്റെ ഭാഗമായി മനുഷ്യരും പരിണമിച്ചു വന്നതാണ്. പക്ഷെ ആദം എന്ന ഒരു സവിശേഷ സൃഷ്ടിയുണ്ടായി. അതിന്റെ മക്കളാണ് ഇന്നുള്ള മനുഷ്യർ. അപ്പൊ ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ പരിഷ്കൃത മനുഷ്യരല്ലാത്ത ഏതൊക്കെയോ ജീവജാലങ്ങൾ മനുഷ്യര് ആഫ്രിക്കയിലോ മറ്റു പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ടാവാം. അതിന്റെ ബാക്കി ഇന്നും ഉണ്ടാവാം. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. പക്ഷെ അത് നമുക്ക് സ്വീകരിക്കാൻ പ്രയാസമുണ്ട്. മൂന്നാമത്തത് ഹ്യൂമൻ എക്സെപ്ഷൻ. മനുഷ്യൻ മൊത്തം വേറെയാണ്. പരിണാമ ഭാഗത്തിൽ മനുഷ്യൻ വരുന്നില്ല. കാരണം മനുഷ്യന്റെ പിതാവ് ആദം അലൈഹിസ്സലാമാണ്. ആദം നബിയിൽ നിന്ന് വന്നത് മാത്രമാണ് മനുഷ്യൻ. അതിനു മുമ്പുള്ളതിന് രൂപം മനുഷ്യനാണോ അല്ലേ എന്നത് നമുക്ക് പ്രശ്നമില്ല. അപ്പൊ ഇവിടെ പറയുന്ന കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരമാവും. നിയാണ്ടർത്താലോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതൊക്കെയോ മനുഷ്യരൂപങ്ങൾ. എന്താണ് മനുഷ്യരെ വേർതിരിക്കുന്ന ഘടകം? അത് സവിശേഷ ബുദ്ധിയാണ്. ഈ രൂപമല്ല. ഒരു കുരങ്ങന്റെ വാല് മുറിഞ്ഞു എന്നതുകൊണ്ട് അയാൾക്ക് തക്ലീഫ് വരില്ലല്ലോ. രൂപത്തിനല്ല തക്ലീഫ്, ബുദ്ധി ഉണ്ടെങ്കിലേ തക്ലീഫുള്ളൂ. ബുദ്ധി ഉണ്ടാവണം, അല്ലെങ്കിൽ ബുദ്ധി ശരീരായിരിക്കണം. അതുകൊണ്ട് സവിശേഷ ബുദ്ധി എന്നത് അള്ളാഹു നൽകിയത് ആദം അലൈഹിസ്സലാമിനാണ്. അവിടുന്ന് ഇങ്ങോട്ടുള്ളതാണ് ഈ മനുഷ്യവർഗം എന്ന തക്ലീഫുള്ളത് എന്നതാണ് നമ്മൾ സ്വീകരിക്കുന്ന രീതി. അതുകൊണ്ട് പരിണാമ വൃക്ഷത്തില് ആദം അലൈഹിസ്സലാമിനെയും മക്കളെയും ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള ജീവജാലങ്ങൾ പരിണമിച്ചാൽ അതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. ആ അഭിപ്രായം നേരത്തെ ഇസ്ലാമിന്റെ പണ്ഡിതന്മാരിൽ പലരും സൂചനകൾ നൽകിയിട്ടുണ്ട്. ആവാം എന്ന സാധ്യത നസ്വല്ല. ജാഹിദ് അദ്ദേഹത്തിന്റെ കിതാബില് ഇഖ്വാനുസ് സ്വഫ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു ഖൽദൂൻ അതേപ്പറ്റി പറയുന്നുണ്ട്.
ഇതൊക്കെ ഡാർവിന്റെ മുമ്പുള്ള ആളുകളാണ്. ഡാർവിൻ അല്ല ഈ വിഷയം ഒന്ന് തുടക്കി വെച്ചത്. ജീവജാലങ്ങൾക്കിടയിലുള്ള ഈ സാമ്യത ഫോസിലുകൾ നിരച്ചു ഡാർവിൻ മാത്രമല്ല പരിശോധിച്ചത്. ഡാർവിൻ അതിൽ കുറെ മുമ്പോട്ട് പോയിട്ടുണ്ടെന്ന് മാത്രം. അതുകൊണ്ട് ഈ സാമ്യതയെ പറ്റി പലരും പറഞ്ഞിട്ടുണ്ട്. ജീവജാലങ്ങളുടെ പരിണാമത്തെ 100% എതിർക്കേണ്ട കാര്യം നമുക്കില്ല, അതിന് സാധ്യതയുണ്ട്. പക്ഷെ മനുഷ്യനെ അതിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷെ ശാസ്ത്രത്തിന് പറയാൻ ഞങ്ങൾക്ക് ആദം അലൈഹിസ്സലാമിനെ മാത്രം മാറ്റേണ്ട കാര്യമില്ല, അത് നിങ്ങളുടെ പ്രമാണമാണ്. ശാസ്ത്രത്തിന് ഖുർആൻ എന്ത് പറയുന്നു എന്ന് നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് മൊത്തം മനുഷ്യരും പരിണാമത്തിന്റെ ഭാഗമാണെന്ന് ഡാർവിനോട് ചേർന്ന് ശാസ്ത്രത്തിന് പറയാൻ പറ്റും. പക്ഷേ അവിടെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ബീഹിയുടെ, ഡാൻഡയുടെ ഒക്കെ പുസ്തകങ്ങൾക്ക് അപ്പുറത്തും ചില ബുദ്ധിപരമായ ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. പരിണാമം ഒരു പൊടുന്നനെയുണ്ടാവുന്ന സംഭവമല്ല, കോടിക്കണക്കിന് വർഷങ്ങളിലൂടെ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ. നിങ്ങൾ ഈ പരിണാമത്തിന്റെ മുഴുവൻ ചിത്രം എടുത്തു വെച്ചാൽ ഓരോ അടുത്ത 2 ചിത്രവും തമ്മിൽ കാര്യമായ മാറ്റം ഉണ്ടാവില്ല. ഈ ചിത്രത്തിലെ എത്രയോ ചിത്രങ്ങൾ മാറ്റി ഇപ്പുറത്തുനിന്ന് അടിയിൽ നിന്നും മുകളിൽ നിന്നും എടുക്കുമ്പോഴാണ് വർഗം മാറുള്ളൂ. അല്ലാതെ ഒരു ദിവസം കൊണ്ടൊരു വർഗം മാറുന്നില്ല. രാത്രി കിടന്നുറങ്ങിയൊക്കെ ഉറങ്ങാൻ നേരം വിളിക്കുമ്പോൾ മനുഷ്യനാവണില്ല, തിരിച്ചും വരണില്ല. പിന്നെ തിരിച്ചു വരല് നേരത്തെ ഇവിടെ ഓണം വെളിസാക്ക് പറഞ്ഞാൽ കൂനും ഖിറദത്തൻ ഖാസിൻ അങ്ങട്ടെ പരിണാമം സംഭവിക്കുള്ളൂ. മനുഷ്യൻ ചിലപ്പോൾ കുരങ്ങാവാം, അല്ലാതെ കുരങ്ങ് മനുഷ്യനാവില്ല. സംഭവിക്കുന്നത് മില്യൺ കണക്കിന് വർഷങ്ങളിലൂടെ വരുന്ന മാറ്റമാണ്, കുറേശ്ശെ മാറ്റം. മനുഷ്യൻ സവിശേഷ സൃഷ്ടിയായിരുന്നില്ലെങ്കിൽ മനുഷ്യനോട് സാമ്യമായ ബുദ്ധിയുള്ള ഒരുപാട് ജീവജാലങ്ങൾ ഉണ്ടാകണമായിരുന്നു. 100% വേണ്ട, മനുഷ്യന്റെ 99% ബുദ്ധിയുള്ള, മനുഷ്യന്റെ 98% അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വരണ്ടേ. ലോകത്ത് നമ്മൾ ഇന്ന് ഭൂമിയിൽ അതിജീവിക്കുന്ന 87 ലക്ഷം ജീവവർഗങ്ങൾ ഉണ്ടെന്നാണ് ശാസ്ത്രത്തിന്റെ കണക്ക്. 87 ലക്ഷം സ്പീഷീസ് ഭൂമിയിൽ അതിജീവിക്കുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു വർഗത്തിനെങ്കിലും മനുഷ്യബുദ്ധിയോട് സമാനമായ ബുദ്ധിയുടെ പകുതിയെങ്കിലും ഉണ്ടോ? എന്താണ് മനുഷ്യനെ വേർതിരിക്കുന്നത്? മനുഷ്യനെ വേർതിരിക്കുന്നത് ഈ സവിശേഷ ബുദ്ധി തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹു തആല പ്രത്യേകമായ ബുദ്ധി നൽകി സൃഷ്ടിച്ച ആദം അലൈഹിസ്സലാം പരിണാമത്തിന്റെ ഭാഗമല്ല, ചുരുക്കുന്നു. ഏറ്റവും ഒടുവിൽ നമുക്കെത്തുന്ന തീരുമാനം പരിണാമത്തിന് ശാസ്ത്രീയമായി പറഞ്ഞാൽ ശാസ്ത്രം ഭൗതിക പരിണാമമുണ്ടെന്ന് പറയുന്നു, ജൈവ പരിണാമമുണ്ടെന്ന് പറയുന്നു. സിംഗുലാരിറ്റിയിൽ നിന്ന് പരിണമിച്ച് ഈ കാണുന്ന മഹാപ്രപഞ്ചമാകുന്നു. നമുക്കതിനോട് എതിർപ്പില്ല. സൂറത്തുൽ അംബിയയിൽ അല്ലാഹു പറയുന്നു, അവലം യറല്ലദീന കഫറു അന്നസ്സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. എന്തൊരു മനോഹരമായ ആയത്താണ്. അവലം യറല്ലദീന കഫറു എന്നാണ് ചോദ്യം തുടങ്ങുന്നത്, ആയത്ത് തുടങ്ങുന്നത്. അവസാനിക്കുന്നത് അഫലാ യുഅ്മിനൂൻ എന്നാണ്. സത്യനിഷേധികൾക്ക് കണ്ടുകൂടെ എന്നാ ചോദിക്കുന്നത്, വിശ്വസിച്ചുകൂടെ എന്നാണ് അവസാനം ചോദിക്കുന്നത്. എന്താണ് സത്യനിഷേധികൾക്ക് കണ്ടുകൂടെ എന്നുള്ള ചോദിക്കുന്നത്? അന്നസ്സമാവാതി വൽ അർള കാനതാ റത്ഖൻ, ആകാശങ്ങളും ഭൂമിയും. ഇന്ന് നമ്മൾ ആകാശങ്ങൾ എന്ന് എന്തിനെ പറ്റിയൊക്കെ പറയുന്നുവോ, ഇന്ന് ഭൂമി എന്നതിനെ നമ്മൾ എങ്ങനെ കാണുന്നുവോ, ഇത് രണ്ടും കാനതാ റത്ഖൻ, ഇതൊക്കെ ഒരു ഉൾച്ചേർന്ന, ഉള്ളിൽ ഒരു ഗ്യാപ്പില്ലാത്ത ഒറ്റ പിണ്ഡമായിരുന്നു, റത്ഖായിരുന്നു. ഉള്ളിലൊരു ശൂന്യതയില്ലാതിരിക്കുമ്പോഴാണ് അത് റത്ഖാവുക. നമ്മൾ നേരത്തെ പറഞ്ഞ സിംഗുലാരിറ്റിക്ക് ഇതിനേക്കാൾ മനോഹരമായി എങ്ങനെയാണ് പറയാൻ പറ്റുക? എല്ലാം ഒന്നിൽ ഉൾച്ചേർന്ന ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഊർജവും പദാർത്ഥവും ആ ഒരു സിംഗുലാരിറ്റിയിലായിരുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. എല്ലാം ഉൾച്ചേർന്ന ഒരു പിണ്ഡം. എന്നിട്ട് ഫഫതഖ്നാഹുമാ, അതിനെ നാം ഇൻഫേഷൻ വികസിപ്പിച്ചു, പിളർത്തി. നമുക്കെന്താ ഭൗതിക പരിണാമത്തിൽ പ്രശ്നം? ഈ പ്രപഞ്ചം അങ്ങനെയാണ് ഉണ്ടായതെന്ന് തന്നെയല്ലേ ഖുർആനും പറയുന്നത്. ഇത് ആയത്തിന്റെ പകുതിയായിട്ടുള്ളൂ. ആ ആയത്ത് പൂർത്തിയാവുന്നത് 2-ാം പകുതി. വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യിൻ, വെള്ളത്തിൽ നിന്നാണ് ജീവനുള്ള സകല വസ്തുവിനെയും നാം ഉൽപ്പാദിപ്പിച്ചത്. ജൈവപരിണാമത്തിന് നമുക്കെന്താ പ്രശ്നം? വെള്ളത്തിൽ നിന്ന് ഏകകോശ ജീവി ഉണ്ടായി, ഏകകോശ ജീവി ബഹുകോശ ജീവി, ഒരു കുഴപ്പവും അവിടെ ഒന്നും നമുക്കില്ല. നമുക്ക് കുഴപ്പമുള്ളത് ഇവിടെ മാത്രമാണ്. ഈ പരിണാമ ചക്രത്തിൽ നിങ്ങൾ ആദം അലൈഹിസ്സലാമിനെ കൂട്ടരുത്.
അതുകൊണ്ട് നിങ്ങൾ 2 പരിണാമത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ 3 പരിണാമത്തെ പറ്റി പറയുന്നു. ശാസ്ത്രം ഭൗതിക പരിണാമവും ജൈവ പരിണാമവും പറയുമ്പോൾ ഇസ്ലാം മനുഷ്യ പരിണാമവും കൂടി പറയുന്നു. 3 തുടക്കങ്ങൾ: ഒന്ന് സിംഗുലാരിറ്റി, ഒന്ന് ജീവൻ, ഒന്ന് മനുഷ്യൻ. ആ മനുഷ്യന്റെ പരിണാമമാണ് നമ്മൾ. ആദം അലൈഹി ഇസ്ലാമിന്റെ പ്രജനനമായി മക്കളായി നമ്മളങ്ങനെ വരികയാണ്. ഇനി ഈ മനുഷ്യൻ മറ്റൊരു വർഗമായി പരിണമിക്കുമോ? ഇസ്ലാമിക പ്രമാണം അനുസരിച്ച് സാധ്യതയില്ല. ശാസ്ത്രത്തിന് വേണമെങ്കിൽ കാത്തിരിക്കാം. കാരണം ഇത് അവസാനത്തെ തലമുറയാണ്. ലോകത്ത് ഒരുപാട് തലമുറകൾ ഉണ്ടായിട്ടുണ്ട്. ഇല്ല ഉമമുന്നം സാലുക്കും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഓരോന്നും അല്ലാഹു തആല തുടക്കം വെവ്വേറെ സൃഷ്ടിച്ചതാണോ, എല്ലാം ഒന്നിന്റെ പരിണാമത്തിന്റെ തുടർച്ചയിൽ വന്നതാണോ? രണ്ടിനും സാധ്യതയുണ്ട്. ഏതു സാധ്യത വെച്ചും ആദം അലൈഹിസ്സലാം സവിശേഷ സൃഷ്ടിയാണ്. ആദം നബി എന്ന തക്ലീഫുള്ള മനുഷ്യൻ നേരത്തെ ഭൂമിയിൽ വേറെ ഉണ്ടായിട്ടില്ല. അഥവാ ഉണ്ടെങ്കിൽ അത് മറ്റൊരു ആദം മാത്രമായിരിക്കും. അല്ലാതെ അപരിഷ്കൃതമായ തക്ലീഫ് ഇല്ലാത്ത ജീവിയുടെ ഭാഗമായി ആദം അലൈഹിസ്സലാം വരുന്നില്ല. മൾട്ടിവേഴ്സ് സിദ്ധാന്തമൊക്കെ ഉള്ളതുപോലെ ചിലപ്പോൾ ഒരുപാട് ആദമുണ്ടാവാം. ഇബ്നു അബ്ബാസ് തങ്ങൾ ഒരു തഫ്സീറിന്റെ ലോക ആലമീന്റെ വിവരണത്തിന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്, എല്ലാ അറിവും നിങ്ങളോട് പകർന്നു തന്നാൽ നിങ്ങളുടെ വിശ്വാസത്തെ അതെങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിലൊക്കെ എനിക്ക് ഒരുപാട് അഭിപ്രായമുണ്ട്. മറ്റു ഒരുപാട് ലോകങ്ങളുണ്ട്, ആ ലോകത്ത് ഒരുപാട് പ്രവാചകന്മാരുണ്ട് എന്ന് പറഞ്ഞിട്ട് അവസാനം ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, വബ്നു അബ്ബാസിൻ കബ്നി അബ്ബാസിക്കും. നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്ന ഈ ഇബ്നു അബ്ബാസ് പോലെ മറ്റൊരു ലോകത്ത് മറ്റൊരു ഇബ്നു അബ്ബാസും ഉണ്ടാകുമെന്ന്. മൾട്ടിവേഴ്സ് സിദ്ധാന്തമൊക്കെ ആധുനിക ശാസ്ത്രം മാത്രം ചർച്ച ചെയ്യുന്നതാ. പക്ഷെ 1400 കൊല്ലം മുമ്പേ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, വേറെ ഒരു ലോകത്ത് മറ്റൊരു ഇബ്നു അബ്ബാസ് ഉണ്ടാവാമെന്ന്. നമ്മൾ ഇതിനൊന്നും എതിരല്ല, വെറുതെ എതിരാക്കിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു ചില മതവിഭാഗങ്ങളുടെ പ്രമാണങ്ങൾ ഇതിനോട് യോജിച്ചു പോകാതിരുന്നപ്പോൾ അവര് ഒറ്റയടിക്ക് പരിണാമ സിദ്ധാന്തത്തെ അടക്കി എതിർത്തു. നമ്മളതിൻ്റെ പിന്നാലെ കൂടിയതാ. നമുക്ക് അങ്ങനെ കൂടേണ്ട കാര്യമില്ല. നമുക്ക് മനുഷ്യ പരിണാമത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ആദം അലൈഹിസ്സലാം എവല്യൂഷൻ ട്രീയിൽ കയറില്ല, അതേ നമുക്ക് വാശിയുള്ളൂ. കാരണം അവിടെ സവിശേഷ ബുദ്ധി എന്നത് മറ്റൊരു ജീവജാലത്തിലും ഇല്ലാത്തതാണ്. പരിണമിച്ചതല്ല ബുദ്ധി. ഇനി ഡാർവിൻ തന്നെ ഈ വിഷയത്തിൽ സംശയാലുവാണ്. അദ്ദേഹം പറയുന്നുണ്ട്, നമുക്കിത് തെളിയിക്കണമെങ്കിൽ ബുദ്ധിപരമായി തെളിയിക്കണം. ബുദ്ധി എന്നത് സത്യത്തിൽ പരിണാമത്തിൽ വരുന്ന ഒരു വിഷയമല്ല. പരിണാമത്തിൽ ദ സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റേ വരുന്നുള്ളൂ. അതിജീവനം മാത്രമാണ് പരിണാമത്തിലുള്ളത്. അവിടെ ബുദ്ധിക്ക് പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ തന്നേക്കാൾ താഴ്ന്ന ഒരു ജീവിയിൽ നിന്ന് പരിണമിച്ചു വന്ന ഒരു ബുദ്ധിയെ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ പരിണാമ സിദ്ധാന്തത്തെ ബുദ്ധിപരമായി തന്നെ സ്വീകരിക്കാൻ ഡാർവിന് പോലും പ്രയാസമുണ്ട്. അവസാനിപ്പിക്കുന്നു. ഈ പരിണാമ സിദ്ധാന്തം തള്ളിക്കളഞ്ഞത് മുസ്ലിങ്ങളല്ല, ഒരുപാട് ശാസ്ത്രജ്ഞർ. അൽഹംദുലില്ലാഹ്, മഹാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ വേദിയിലെത്തി. ഈ വേദി ധന്യമാവുകയാണ്. നേരത്തെ റഷീദ് അലി ശിഹാബ് തങ്ങളും അബ്ബാസ് അലി ശിഹാബ് തങ്ങളും ബഷീർ അലി ശിഹാബ് തങ്ങളും ഒക്കെ വന്ന ഈ സദസ്സ് അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിലെത്തി. മഹാനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൂടി വന്നു. പരിണാമം വഴിയിലിട്ട് പ്രശ്നമാവണ്ട എന്നാണ് തങ്ങൾ പറഞ്ഞത്. പക്ഷേ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പ്രശ്നമാവില്ല എന്ന ഉത്തമ ബോധ്യത്തോടെ പറഞ്ഞത് ഇതുമാത്രമാണ്. മനുഷ്യ പരിണാമം എന്നതിനെ അംഗീകരിക്കുന്നത് നമ്മളാ. പക്ഷേ എല്ലാത്തിനും തുടക്കം വേണം. സിംഗുലാരിറ്റി എന്ന തുടക്കത്തിൽ നിന്ന് ഭൗതിക പരിണാമം ഉണ്ടായി. ജീവൻ എന്ന തുടക്കത്തിൽ നിന്ന് ജൈവ പരിണാമം ഉണ്ടായി. മനുഷ്യൻ എന്ന തുടക്കത്തിൽ നിന്ന് ഇന്ന് കാണുന്ന സകല മനുഷ്യനും ഉണ്ടായി. അതുകൊണ്ട് ഡാർവിന്റെ എവല്യൂഷൻ ട്രീയിൽ ആദം അലൈഹിസ്സലാമിനെ കയറ്റാൻ പോകരുത്. കയറ്റിയിട്ട് കയറൂല, അതേ നമുക്ക് പറയാനുള്ളൂ. മറിച്ച് ജൈവ പരിണാമം ഡാർവിൻ പറഞ്ഞതുപോലെ നടക്കുന്നതിന് നമുക്ക് കുഴപ്പമില്ല. ഭൗതിക പരിണാമം ആധുനിക ശാസ്ത്രം പറയുന്നത് പോലെ നടക്കുന്നതിന് നമുക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് 3-ൽ 2 നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ ശാസ്ത്രം ഒന്നുകൂടി പുനരാലോചിക്കുന്നത് നല്ലതായിരിക്കും. അവർ നന്നായി ആലോചിക്കുന്നുണ്ട്. അവരുടെ തന്നെ അതിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. ഡാർവിൻ്റെ ഭൗതിക ജൈവ പരിണാമത്തിൽ ബുദ്ധിയുള്ള മനുഷ്യന് ബുദ്ധിയുടെ വികാസം ഒരു ലക്ഷ്യത്തോടെ, ഒരു ഡിസൈൻ, കൃത്യമായ ഒരു
ഇന്റലിജൻസ് ഇതില്ലെങ്കിൽ പിന്നെ മനുഷ്യന്റെ അവസ്ഥ എന്താ? ഈ ശാസ്ത്രത്തിന്റെ പരിണാമവാദത്തിലൂടെ പോകുമ്പോൾ മനുഷ്യന് പ്രത്യേകമായ ഒരു സ്പെഷ്യൽ ഒരു പൊസിഷൻ കിട്ടുന്നില്ല പ്രപഞ്ചത്തിൽ. ഇതിനാണോ നമ്മൾ നിലനിൽക്കേണ്ടത്? അല്ലാഹു തആല വലഖദ് കറംനാ ബനി ആദം അലൈഹിസ്സലാമിന്റെ സന്തതികളായ മനുഷ്യവർഗത്തെ പ്രത്യേകം ആദരിച്ചതാണ്. ഈ സവിശേഷ ബുദ്ധിയുള്ള മനുഷ്യർ പരിണാമത്തിന്റെ ഭാഗമല്ലെന്നും അല്ലാത്ത പരിണാമങ്ങളോട് രാജിയാവുന്നതിന് നമുക്ക് കുഴപ്പമില്ല. അത് കൂടുതൽ പഠനങ്ങൾ ആവശ്യമുള്ളതാണ്. ആ മേഖലകളിൽ മുസ്ലിങ്ങളും ധാരാളമായി സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പഠനങ്ങൾ തുടർന്ന് കൊണ്ടുപോകേണ്ടതുമാണ്. അതിലേക്ക് സൂചിപ്പിക്കുന്ന കുറച്ച് പുസ്തകങ്ങളുടെ പേരൊക്കെയാണ് നേരത്തെ പറഞ്ഞത്. അന്വേഷണ കുതികുകൾ അതൊക്കെ വായിച്ചുകൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദം അലൈഹിസ്സലാം എന്നത് സവിശേഷമായ സൃഷ്ടിയാണ്. ആ ആദം നബിയുടെ മക്കളാണ് നമ്മളെന്നതിൽ അഭിമാനം കൊള്ളുകയും, കാരണം അല്ലാഹു തആല ബഹുമാനിച്ചത് ആദം നബിയുടെ മക്കളെയാണ്. ഇനി ആർക്കെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ ബഹുമാനം വേണ്ട, ഞങ്ങൾ ഏതെങ്കിലുമൊക്കെ ചിമ്പാൻസിയുടെ പൂർവികന്റെ കുടുംബ പരമ്പരയിലാവാമെന്ന് സ്വയം തീരുമാനിക്കുകയാണെങ്കിൽ നമുക്കവരോടൊന്നും പറയാനില്ല. നമുക്ക് പറയാനുള്ളത് ഞങ്ങൾ ആദം നബിയുടെ മക്കളാണ്. ആദം നബി അള്ളാഹു സവിശേഷമായി സൃഷ്ടിച്ച ലിമാ ഖലഖ്തു ബിയദയ്യ എന്ന് അഭിമാനത്തോടെ റബ്ബ് പറഞ്ഞ റബ്ബിൻ്റെ പ്രത്യേക കയ്യൊപ്പ് ചാർത്തിയ സൃഷ്ടിയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.